ഹലോ കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വിഷുക്കാലമാണ്. അപ്പോൾ വിഷുവിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനമാണ് കൊന്നപ്പൂ. അപ്പോൾ മാർച്ച് മാസം ആകുമ്പോഴത്തേക്കും നമുക്ക് വഴിയിലൂടെയൊക്കെ പോകുമ്പോൾ പൂത്തൊലഞ്ഞ് നിൽക്കുന്നത് കാണാൻ പറ്റും. മരം നിറച്ച് കൊന്നപ്പൂ നിൽക്കുന്നത് കാണാൻ പറ്റും. പക്ഷേ വിഷുവോടടുത്ത് വിഷുവിൻ്റെ ദിവസമൊക്കെ ആകുമ്പോഴത്തേക്കും ഇതൊക്കെ എങ്ങോട്ട് പോകണമെന്ന് ഒരു പിടിയില്ല. ഒരു സ്ഥലത്തുനിന്നും കൊന്നപ്പൂ കിട്ടാൻ കാണില്ല. ഇപ്പോൾ കഴിഞ്ഞ 2-3 വർഷമായിട്ട് വീട്ടിലൊക്കെ കൊന്നപ്പൂ വാങ്ങുകയാണ് ചെയ്യുക. പുറത്തുനിന്ന് നമ്മൾ റോഡിൽ കൂടെയൊക്കെ പോകുമ്പോഴത്തേക്കും ഈ പടക്കമൊക്കെ ഇട്ട് വിൽക്കുന്ന കണക്ക് ഇപ്പോൾ കൊന്നപ്പൂ ഇങ്ങനെ ഇട്ട് വിൽക്കുന്നത് കാണാറുണ്ട്. അപ്പോൾ പൈസ കൊടുത്തായിരുന്നു വാങ്ങിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ പ്രാവശ്യത്തെ വിഷുവിന് നമുക്ക് കൊന്നപ്പൂ ഒറിജിനൽ കൊന്നപ്പൂ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ കൊന്നപ്പൂ എങ്ങനെയാണ് ഒന്ന് ഉണ്ടാക്കിയെടുക്കാമെന്ന് ഒന്ന് നോക്കാം കേട്ടോ. ഏകദേശം കൊന്നപ്പൂവിൻ്റെ ആ ഒരു ഷേപ്പും ആ ഒരു ലുക്കൊക്കെ കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ എങ്ങനെ ഉണ്ടെന്ന്. അപ്പോൾ ഇന്ന് നമ്മൾ കൊന്നപ്പൂ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് ഫോം ഷീറ്റ് വെച്ചിട്ടാണ് കേട്ടോ. നമുക്ക് എല്ലാ ക്രാഫ്റ്റ് സ്റ്റോറിലും ഈ ഫോം ഷീറ്റ് കിട്ടുന്നതാണ്. ഞാൻ ഇത് 7 രൂപയ്ക്കാണ് വാങ്ങിയത്. ചില കടകളിലൊക്കെ 10 രൂപയാണ്. അത് ഓരോ കട അനുസരിച്ചിരിക്കും. ഞാനിപ്പോൾ ഇത് വാങ്ങിയത് 7 രൂപയ്ക്കാണ്. എനിക്ക് ഈ ഒരു ഫോം ഷീറ്റ്, ഒരേ ഒരു ഫോം ഷീറ്റ് മാത്രമേ വേണ്ടി വന്നുള്ളൂ ഒരു കൊല കൊന്നപ്പൂ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നമുക്ക് വേണമെങ്കിൽ വരയ്ക്കാൻ അറിയാൻ പാടില്ലാത്തവരാണെങ്കിൽ ഞാനിപ്പോൾ കാണിച്ചതുപോലെ ഒരു ചെറിയ ഒരു പേപ്പർ എടുത്തിട്ട് അതിൻ്റെ അകത്തേക്ക് ഒരു പ്രാവശ്യം നമുക്ക് പറ്റുന്നത് പോലെ പൂക്കൾ വരച്ചു കൊടുക്കാം. എന്നിട്ട് അത് സ്റ്റെൻസിൽ പോലെ ഉപയോഗിക്കാം കേട്ടോ. ഇപ്പോൾ കാണിച്ചത് നിങ്ങൾക്ക് മനസ്സിലായി കാണും. നമുക്കത് സ്റ്റെൻസിൽ പോലെ ഉപയോഗിക്കാം. അതല്ല, വരയ്ക്കാനൊക്കെ കുറച്ചൊക്കെ അറിയാവുന്നവരാണെങ്കിൽ നമുക്കിതുപോലെ ഡിഫറെൻറ്റ് സൈസസിലുള്ള പൂക്കൾ പോലെയുള്ള ഷേപ്പുകൾ വരച്ചെടുക്കാം. എന്നിട്ടത് വെട്ടിയെടുക്കാം കേട്ടോ ഫോം ഷീറ്റിൽ. അപ്പോൾ ഇത് ഇതുപോലെ ഞാൻ വെട്ടിയെടുത്തിട്ടുണ്ട്. ഞാൻ 3 സൈസിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. കുറച്ച് വലിയ ഒരു പൂവും, പിന്നെ ഒരു മീഡിയം സൈസ്, പിന്നെ തീരെ ചെറുതായിട്ടുള്ള കുറച്ച്. അപ്പോൾ ഒരു 10-12 എണ്ണം ഓരോന്നിലും വെച്ച് ചെയ്തിട്ടുണ്ട്. വലുത് ഒരു 10 എണ്ണം, ചെറുത് 10 എണ്ണം, അതുപോലെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു അയൺ ബോക്സ് ആണ്. അപ്പോൾ അയൺ ബോക്സ് വെച്ചിട്ട് എന്താ ചെയ്യാൻ പോകുന്നതെന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുക. അപ്പോൾ ഇന്ന് അയൺ ബോക്സ് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഇതിനെ ഒരു പൂവിൻ്റെ ഷേപ്പിലാക്കി എടുക്കാൻ പോകുന്നത്. ഇപ്പോൾ ഒരു ഷേപ്പ് ഉണ്ടെന്നേ ഉള്ളൂ. അതിനെ ഒരു പൂവിൻ്റെ ലുക്കിൽ നമുക്ക് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ അയൺ ബോക്സ് ഒന്ന് ചൂടായി കഴിഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് ഇതൊന്ന് വെച്ച് കൊടുക്കാം. കുട്ടികളൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. പെൻസിലൊക്കെ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കുത്തി കൊടുത്താൽ മതി. കൈയൊന്നും പൊള്ളാതെ ശ്രദ്ധിച്ചോണേ. അപ്പോൾ ഇതുപോലെ അത് തനിയെ അടർന്ന് വീഴും അതിൽ നിന്ന്. അപ്പോൾ ഇതുപോലെ നമുക്ക് കിട്ടും കേട്ടോ. ഇപ്പം നല്ല കറക്റ്റ് ഒരു പൂവിൻ്റെ ഷേപ്പിന് കിട്ടിയില്ലേ. ഇതൊരു 2 അല്ലെങ്കിൽ 3 സെക്കൻഡ് കഴിയുമ്പോൾ 2-3 സെക്കൻഡ് കഴിയുമ്പോൾ ഇതിൻ്റെ ചൂട് മാറും. ചൂട് മാറിക്കഴിഞ്ഞാൽ അതിൻ്റെ ഷേപ്പ് പിന്നെ നമുക്ക് മാറ്റാൻ പറ്റില്ല. നമ്മൾ എങ്ങനെയൊക്കെ അത് ഞെക്കി നോക്കിയാലും തിരിച്ച് അതേ ഷേപ്പിൽ തന്നെ വരും. ഇനി നമുക്ക് അതിൻ്റെ ഷേപ്പ് മാറ്റണം എന്നുണ്ടെങ്കിൽ ചൂട് മാറുന്നതിൻ്റെ മുമ്പ് ഏത് ഷേപ്പിലാണോ നമുക്ക് വേണ്ടത് അതുപോലെ ആക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് ഇപ്പം മീഡിയം സൈസിലും വലുതും ഒക്കെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു ചെറിയത് നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ ഷേപ്പ് മാറ്റണമെങ്കിൽ അതൊന്ന് കൂട്ടി പിടിച്ചാൽ മതി. എന്ന് വെച്ചാൽ നമുക്ക് കൊന്നപ്പൂവിൻ്റെയൊക്കെ തുമ്പത്ത് ഇരിക്കുന്നത് ഇങ്ങനെ മുട്ട് പോലെയാണ് ഇരിക്കുന്നതല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ അതിൻ്റെ ചൂട് മാറുന്നതിന് മുമ്പ് എടുത്തിട്ട് അതൊന്ന് കൂട്ടി പിടിച്ചാൽ നമുക്കിതുപോലെ മുട്ടിൻ്റെ ആ ഒരു ഷേപ്പിൽ കിട്ടും. അപ്പോൾ ചൂട് മാറുന്നതിന് മുമ്പ് ചെയ്താൽ നമുക്ക് ഷേപ്പ് മാറ്റിയെടുക്കാം. 2-3 സെക്കൻഡേ കാണുള്ളൂ. അതിന് മുമ്പ് അതിൻ്റെ ചൂട് മാറും. ചൂട് മാറിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഷേപ്പ് മാറ്റാനും പറ്റില്ല കേട്ടോ. പിന്നെ ഷേപ്പ് മാറ്റണമെങ്കിൽ ഒന്നുകൂടി ചൂടാക്കേണ്ടി വരും. അപ്പോൾ ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ കുറേ എണ്ണം ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ കുറേ എണ്ണം നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ കൊന്നപ്പൂവിൻ്റെ നടുക്കായിട്ട് കുറച്ച് ഗ്രീൻ കളർ ഷെയ്ഡ് പോലെ കാണാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് ഞാൻ ഗ്രീൻ കളർ സ്കെച്ച് പെൻ എടുത്തിട്ട് അതിൻ്റെ ഫ്രണ്ടിൽ സെൻട്രൽ പാർട്ടിലും ബാക്കിൽ അതിൻ്റെ സെൻട്രൽ പാർട്ടിലുമായിട്ട് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ചൂടാക്കുന്നതിന് മുമ്പ് തന്നെ ഈ ഒരു സ്റ്റെപ്പ് ചെയ്തിട്ട് നമുക്ക് അയൺ ബോക്സിൽ വെച്ച് ചൂടാക്കാം. ഞാൻ ഇപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. ഇനി നമ്മുടെ കൊന്നപ്പൂവിൻ്റെ ഏറ്റവും തുമ്പത്ത് വയ്ക്കുന്ന ആ ഒരു മൊട്ടിൻ്റെ സൈസിലുള്ള പൂവാണ്. അതിൻ്റെയും ബാക്കിലായിട്ട് നമുക്ക് സ്കെച്ച് പെൻ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം.
അപ്പോൾ അത് ഇതേപോലെ കുറേ പൂക്കൾ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. വലുതും അതിൻ്റെ മീഡിയം സൈസും പിന്നെ ഏറ്റവും ചെറിയ സൈസുമായിട്ട് കുറേ എണ്ണം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കൊന്നപ്പൂവിൻ്റെ ആ ഒരു പൂവിൻ്റെ മിഡിൽ പോർഷനിൽ ഒരു കൊളുത്ത് പോലെ ഒരു സംഭവം ഇരിക്കുന്നത് കണ്ടിട്ടുണ്ടാവും എല്ലാവരും. അപ്പോൾ ആ ഒരു സാധനമാണ് ചെയ്തെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഫ്ലവർ മേക്കിങ്ങിന് ഉപയോഗിക്കുന്ന ആ ഒരു ടേപ്പ് വെച്ചിട്ടാണ് ഞാനത് ചെയ്യുന്നത്. ഇതുപോലെ ഒന്ന് ചുരുട്ടി എടുത്തിട്ട് അതിൻ്റെ തുമ്പ് ഭാഗം ഒന്ന് കൊളുത്ത് പോലെ ഒന്ന് വളച്ച് വെച്ചാൽ മതി. ഇനിയിപ്പോൾ ആ ഒരു ടേപ്പ് തന്നെ വേണമെന്നില്ല. അതിന് പകരം നമുക്ക് വേണമെങ്കിൽ ടിഷ്യൂ പേപ്പർ ചെറിയൊരു പീസ് കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ നമുക്ക് ചുരുട്ടിയെടുക്കാം. എന്നിട്ട് അതിലേക്ക് ഗ്രീൻ കളർ പെയിൻറ്റ് അടിച്ചെടുത്താലും മതി. എൻ്റെ കയ്യിൽ ഇപ്പോൾ ടിഷ്യൂ പേപ്പർ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഇതാണ് ഉണ്ടായിരുന്നത്, അതുകൊണ്ടാണ് ഇത് വെച്ച് കാണിച്ചത് കേട്ടോ. അപ്പോൾ ഇത് ഇതുപോലെ കൊളുത്ത് പോലെ നമുക്ക് ചെയ്തെടുക്കാം. നമ്മുടെ വലിയ പൂവിൽ മാത്രം, വലുതും പിന്നെ ഒരു മീഡിയം സൈസിലുള്ള പൂവിൽ മാത്രം ഈ കൊളുത്ത് വെച്ച് കൊടുത്താൽ മതി. കുഞ്ഞ് സൈസിലുള്ള പൂവിൽ കൊളുത്തിൻ്റെ ആവശ്യമില്ല. അങ്ങനെയാണ് ഞാൻ കണ്ടിരിക്കുന്നത് കൊന്നപ്പൂവിൽ. അപ്പോൾ അതേ നമുക്ക് ആ ഒരു കൊളുത്ത് പൂവിൻ്റെ അകത്തേക്ക് എങ്ങനെയാണ് വെക്കുന്നതെന്ന് നോക്കാം കേട്ടോ. ആ പൂവിൻ്റെ നടുക്കായിട്ട് കോമ്പസ് വെച്ചിട്ടൊരു ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കിയ ആ കൊളുത്ത് പോലത്തെ സാധനം ആ ഒരു ഹോളിലേക്കൊന്ന് ഇറക്കി കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ബാക്കിലായിട്ട് കുറച്ച് പോർഷൻ വന്നിട്ടുണ്ടാവും. ആ ഒരു പോർഷൻ മാത്രം നമുക്ക് മടക്കി ഗ്ലൂ ഗൺ വെച്ചിട്ട് ആ ഒരു ഫ്ലവറിൻ്റെ സൈഡിലേക്ക് തന്നെ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ആ കൊളുത്ത് അവിടെ ഫിറ്റായിട്ടിരുന്നോളും, ഇളകി പോകുന്നില്ല. അപ്പോൾ അതേ നമുക്കിനി ഇതേപോലെ തന്നെ എല്ലാ പൂക്കളിലും ചെയ്തെടുക്കാം. എല്ലാ പൂവിലും വേണ്ട, വലിയ പൂക്കളിലും പിന്നെ ഒരു മീഡിയം സൈസുള്ള പൂക്കളിലും ചെയ്തെടുക്കാം. ഏറ്റവും ചെറിയ പൂക്കളിൽ ഇത് വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ കൊളുത്തൊക്കെ വെച്ച് പിടിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒരു സാധനത്തിലേക്ക് ഒട്ടിച്ചെടുക്കണമല്ലോ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ മുന്തിരിക്കൊലയുടെ കഴിച്ചിട്ട് ബാക്കി വന്നിട്ടുള്ള ആ ഒരു സ്റ്റെമ്മാണ്. ഒരു 2 കൊല ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഒന്നിന് പിറകെ ഒന്നായിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. നമ്മുടെ കൊന്നപ്പൂവിന് കുറച്ച് നീളം വേണമല്ലോ ആ ഒരു കൊലയ്ക്ക്. അതിന് വേണ്ടിയിട്ടാണ് ഒന്നിന് പിറകെ ഒന്നായിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ നൂല് വെച്ചിട്ട് ഒന്ന് കെട്ടിക്കൊടുക്കാം. ഞാൻ ഇവിടെ ഗ്ലൂ ഗൺ വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടേ ഉള്ളൂ. ഇനി നമുക്ക് ഇഷ്ടമുള്ള പോലെ ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. വലിയ പൂവിൽ നിന്ന് പിന്നെ ആ ചെറുതിലോട്ട് വരുന്ന രീതിയിലൊന്ന് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് കണ്ടിട്ട് നിങ്ങൾക്ക് ഇത് ഇഷ്ടമായോ ഇല്ലയോ എന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ കൊന്നപ്പൂവൊക്കെ കിട്ടാത്തവർക്ക് വേണമെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ വിദേശത്തൊക്കെ ഉള്ളവർക്ക് ഒരുപാട് യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അവിടെ കൊന്നപ്പൂവൊന്നും ഇല്ലയെന്നാണ് ഞാൻ അറിഞ്ഞത്. വെറും മഞ്ഞ കളറിലെ വേറെ എന്തോ പൂ വെച്ചിട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നതെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇത് വീട്ടിലൊന്ന് ചെയ്ത് നോക്കാം. കുറച്ച് സാധനങ്ങൾ മാത്രം മതി. ഫോം ഷീറ്റ് ഒരു 7 രൂപയുടെ ഒരു ഫോം ഷീറ്റ്, പിന്നെ ആ ഒരു കൊളുത്ത് വെച്ചിരിക്കുന്നത് ടേപ്പ് വെച്ചിട്ടാണ്. അതിൻ്റെ ആവശ്യമില്ല, ടിഷ്യൂ പേപ്പർ മതി. ടിഷ്യൂ പേപ്പറൊക്കെ എല്ലാവരുടെയും വീട്ടിൽ കാണുന്ന ഒരു സാധനമാണ്. അതല്ലെങ്കിൽ ക്രേപ്പ് പേപ്പർ, ഗ്രീൻ കളർ ക്രേപ്പ് പേപ്പർ വെച്ചിട്ടാണെങ്കിൽ അത് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ പിന്നെ ഒരു മുന്തിരിക്കൊലയും വേണം, അത്രയേ ഉള്ളൂ. അപ്പം പറ്റിയാലൊന്ന് ചെയ്ത് നോക്കണേ. ലാസ്റ്റ് ഇത് കണ്ടതിന് ശേഷം കൊന്നപ്പൂവിൻ്റെ ആ ഒരു ലുക്ക് കിട്ടിയൊന്നും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് ഒട്ടിച്ചതിന് ശേഷം ആ ഗ്ലൂ ഗണ്ണിൻ്റെ ആ ഒരു വല പോലത്തെ സംഭവങ്ങൾ കുറേ കാണും, അത് നമുക്കൊന്ന് പറിച്ച് കളഞ്ഞാൽ മതി. അപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.